അയ്യോ അല്ല അല്ല സർ. ജീവൻ രക്ഷിച്ചതിന് സിദ്ധു നൽകിയ പാരിതോഷികം, അതും പാവപ്പെട്ട രോഗികളെ ഉദ്ദേശിച്ച്, അതിപ്പോ പലരുടെയും കണ്ണിൽ പ്രതിഫലമായി. അതെ, അതാണ് സത്യം. അമ്മയുടെ മനസ്സിൽ പോലും ഒരു മുള്ള തറച്ചിട്ടുണ്ട്. രാവിലെ അക്ഷരം വീട്ടിൽ നടന്ന ബഹളം ശരത്ത് ആഘോഷിച്ചപ്പോ പതറി നിൽക്കുന്ന അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ആയുധങ്ങളില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരാളുടെ കണ്ണുകളിലെ ഗതികേട് ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടു. പരിഹരിക്കാൻ ദേവിയെ. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട കാര്യമില്ല എന്നല്ലേ? വീട്ടില് അമ്മ എന്നോട് മുഖം കനത്ത് എന്തെങ്കിലും പറഞ്ഞ അവിടെ തീർന്നു സർ. ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എനിക്ക് മനസ്സമാധാനം കിട്ടുമോ? പിന്നെ ശരത്തിനെതിരെ ഞാൻ എന്ത് കണ്ടെത്തൽ നടത്തിയിട്ടും ഒരു കാര്യമില്ല. ഇത്രയും കാലം എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച കൈകൾ എന്നെ ആട്ടിയകറ്റും. എനിക്ക് മനസ്സിലാവും ദേവിക. ഇതിന് ഞാൻ തന്നെ പരിഹാരം ഉണ്ടാക്കിക്കോളാം. ആ, അക്ഷര മാഡം എന്ത് പറഞ്ഞു സർ? അക്ഷരയ്ക്ക് എന്നെ മനസ്സിലായി. അവൾ എന്നെ മനസ്സിലാക്കുന്നു എന്നതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആശ്വാസം. അത്രേ ആശ്വാസം സർ. കൊത്തൊഴുക്ക് ഇരച്ചു വരുമ്പോ, ഉള്ളൊഴുക്കിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ തണലായും തുണയായും പിടിച്ചു നിൽക്കാൻ ഒരാളുള്ളത് നല്ലതാ. നമ്മളൊരു ഭാരമാണെന്ന് ചിന്തിക്കാത്ത ഒരു ചുമല്. അത്തരം തുണയും ചുമലും സ്വന്തമെന്ന് ഉറപ്പിക്കാവുന്ന 4 ചുവരുകളും വേണ്ട എന്ന് ദേവിക തീരുമാനിച്ചിട്ടല്ലേ? എനിക്കുണ്ടല്ലോ എന്റെ സുധേട്ടൻ, അച്ഛൻ.